ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു പുതുപുത്തൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ പുതുപുത്തൻ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പുതുപുത്തൻ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് കരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 കരിക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചിരട്ടയിൽ നിന്നും വേർപെടുത്തി എടുക്കണം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഓരോ ചിരട്ടയിൽ നിന്നും നമ്മുടെ കരിക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ കരിക്ക് നമ്മുടെ ചിരട്ടയിൽ നിന്നൊക്കെ വേർപെടുത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറം ഭാഗവും കൂടി ഞാനൊന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് കഴുകിയെടുത്തു, അതിൻ്റെ പൂപ്പലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. അപ്പോൾ കഴുകിയെടുത്ത കരിക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സോസ് പാനിലേക്ക് ഒരു 250 ഗ്രാം കരിപ്പട്ടിയാണേ. കരിപ്പട്ടി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കരിപ്പട്ടിയിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കരിപ്പട്ടിയും ശർക്കരയൊക്കെ ഒഴുക്കിയെടുക്കുമ്പോൾ നമ്മൾ ഒരു 1/4 കപ്പോ 2 ടേബിൾ സ്പൂണോ ഒക്കെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇത് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ കരിക്കിൽ മുങ്ങി നിൽക്കണം കേട്ടോ നമ്മുടെ ഈ കരിപ്പട്ടി പാവ്. അപ്പോൾ ഞാൻ ഇതാ മെൽറ്റാക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതാ ഒരു സോസ് പാനിലേക്ക് വീണ്ടും അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതാ മൊത്തം കരിക്കും ഞാൻ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ കരിക്ക് ഈ കരിപ്പട്ടിയുടെ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അത്രയും വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കരിപ്പട്ടി ഒന്ന് ലായനിയാക്കി എടുക്കാനേ. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കാം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് 10 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ച് കരിക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ പാവിൽ കിടന്ന് നന്നായിട്ട് കരിക്കൊന്ന് വേവുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഈ കരിപ്പട്ടി പാവ് നന്നായിട്ട് വറ്റി കരിക്കൊക്കെ നന്നായിട്ട് വെന്ത് വരണം. എന്നിട്ട് ഈ കരിപ്പട്ടി പാവ് നല്ല ഒരു ഒട്ടുന്ന സ്റ്റേജ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4-5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ചുക്കാണേ, അത് ഞാൻ ഇതാ പൊടിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാതെ പൊടിച്ചതും നമുക്ക് കിട്ടും, അതും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചുക്കും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ. ഇതിന് ചുക്ക് ഇട്ട് കൊടുക്കണം, മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ നോക്കണം കേട്ടോ. പെട്ടെന്ന് ഈ കരിപ്പട്ടിയൊക്കെ ആവുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരും കേട്ടോ. അപ്പോൾ നമുക്ക് മീഡിയത്തിൽ നിന്നും ലോയിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് 5-6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കരിപ്പട്ടി പാവ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ കരിപ്പട്ടി പാവ് നന്നായിട്ട് വറ്റി നമ്മുടെ കരിക്ക് നന്നായിട്ട് പിടിച്ച് വരണം കേട്ടോ. അതാണ് പരുവം. നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ ഒട്ടുന്ന പരുവുണ്ടല്ലോ, അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 7-8 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ കരിപ്പട്ടി പാവ് നന്നായിട്ട് ഒരു ഒട്ടുന്ന പരുവത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചുക്കിൻ്റെയും ഏലക്കയുടെയും ഒക്കെ ഫ്ലേവർ ഈ കരിക്ക് കഴിക്കുമ്പോൾ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കരിപ്പട്ടി പാവിൽ കരിക്ക് നന്നായിട്ട് വെന്തിട്ട് മധുരമൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷമാണ് ഇത് കഴിക്കാനുള്ളത് കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടുകൂടാതിരിക്കും. കണ്ടില്ലേ, ഇതാ പാവൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം ഇതൊന്ന് ആറാൻ വെക്കുക. ആറിയതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റാവുന്നതാണ്. ഇത് ചൂടാറിയതിന് ശേഷമാണ് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ്.
ഇപ്പോൾ ഇതാ നമ്മുടെ കരിപ്പട്ടിപ്പാവിൽ തയ്യാറാക്കിയെടുത്ത നമ്മുടെ കരിക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊള്ളി ഐറ്റമാണ്. ഒരിക്കൽ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കണമെന്ന് തോന്നും. ഒരു കഷ്ണം നമ്മളെടുത്ത് കഴിക്കുന്നുണ്ടെങ്കിലേ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഒരു 2-3 കരിക്ക് മാത്രം മതി നമുക്കിതുപോലുള്ളൊരു വിഭവം തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ കരിക്ക് വരട്ടി ഞാൻ എന്താ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷമാണ് നല്ലത് കേട്ടോ. കണ്ടില്ലേ, ആ കരിപ്പട്ടിയൊക്കെ നല്ലൊരു സ്റ്റിക്കി സ്റ്റേജ് ആയിട്ടുണ്ട്. നല്ല കുപ്പിയിലൊക്കെ അടച്ചിട്ട് വെച്ചിരുന്നാൽ നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഓരോ പീസ് എടുത്ത് കഴിക്കാം. എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതിരിക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അതാ തയ്യാറാക്കിയ കരിക്ക് വരട്ടി ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇരിക്കുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. നമ്മൾ കരിപ്പട്ടിയിലൊക്കെ അല്ലേ ഇത് തയ്യാറാക്കിയെടുത്തത്. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് കൊണ്ട് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോ കഷ്ണം നമ്മളെടുത്ത് കഴിക്കുമ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ആ ചുക്കിൻ്റെ ഇതൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഏലക്കയുടെ ഫ്ലേവറും. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ കരിപ്പട്ടി പാനിയിൽ തയ്യാറാക്കിയെടുത്ത നമ്മുടെ കരിക്ക് വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഓരോ കഷ്ണം എടുത്ത് കഴിക്കുന്നതോറും വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും. കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഞാനൊരു സ്പൂണിൽ ഇതൊന്ന് കോരി ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.